ഇപ്പം എല്ലാവരും ഇതേപോലെ ടാപ്പ് ചെയ്ത് കോയിൻ ഏൺ ചെയ്യുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്, അങ്ങനെ പല പ്ലാറ്റ്ഫോമിലും എല്ലാവരും ഇങ്ങനെ ഒരു കോയിൻ ഏൺ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു കോയിൻ എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞ ഒരു കോയിനാണ്. അപ്പോൾ ഈ ഒരു കോയിൻ വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് ബിറ്റ് കോയിൻ പോലെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഈ ഒരു കോയിൻ നമ്മൾ ഏൺ ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കോയിനാണ് ഹാംസ്റ്റർ കോമ്പാക്ട്. ഇപ്പോൾ എല്ലാവരും ഈ ഒരു കോയിൻ മൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ടെലഗ്രാം ബോട്ടാണ്. ശരിക്കും നമുക്ക് ജസ്റ്റ് ഗെയിം പ്ലേ ചെയ്യുന്ന പോലെ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൽ കുറേ ഡെയിലി ചലഞ്ചസ് ഉണ്ട്. ആ ഒരു ചലഞ്ചസിലൂടെയും നമുക്ക് ഇതിൽ കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെലഗ്രാം ബോട്ടിലെ പേജിലേക്ക് പോകും. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് കോയിൻ ഇങ്ങനെ ഏൺ ആവാൻ സാധിക്കും. ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതേപോലെ തന്നെ കുറേ ഡെയിലി മിഷൻസ് ഉണ്ട്. ആ മിഷൻസ് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോയിൻ അല്ല ശരിക്കും കൺവേർട്ട് ചെയ്യണേ. നമ്മൾ ഈ ഒരു കോയിൻ വെച്ചിട്ട് ഇതിൽ മൈൻ ചെയ്യണം. അതായത് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്ന പോലെ ഇതിൽ കുറേ കാർഡുകളുണ്ട്. ആ കാർഡുകൾ വാങ്ങിയിട്ട് ആ ഒരു കാർഡിന്റെ പ്രോഫിറ്റ് റേറ്റിൽ നിന്ന് നമുക്ക് ക്യാഷ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ ധാരാളം കാർഡുകളുണ്ട്. ആ കാർഡുകൾ വാങ്ങുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് പെർ അവർ കൂടും. ആ കൂടുന്നതനുസരിച്ച് ആ ഒരു പ്രോഫിറ്റ് പെർ അവർ നമ്മളുടെ ഈ കോയിൻ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. ആ ഒരു വാല്യൂ നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അനുസരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൽ വാലറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇതിലൊരു വാലറ്റിലേക്കാണ് വരാം. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ വാലറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കോയിൻ കൂടും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോയിനുകൊണ്ടല്ല നമുക്ക് ഉപകാരം. ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ എത്രത്തോളം കൂടുന്നു അതിനാണ് നമുക്ക് ഉപകാരം. അതിനായിട്ട് ഇവിടെ മൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഏത് കാർഡുകൾ വേണമെങ്കിലും വാങ്ങാം. ഓരോ കാർഡ് വാങ്ങണമെങ്കിലും നമുക്ക് അതിൻ്റേതായ ലെവലുകൾ എത്തണം. ഇത്ര എമൗണ്ട് എത്തിയാലാണ് ഒരു ലെവലാവുള്ളൂ. അപ്പോൾ ഓരോ ലെവൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഓരോ കാർഡുകൾ വാങ്ങാൻ സാധിക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഡെയിലി മിഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു ഡെയിലി മിഷൻസും അതുപോലെ തന്നെ നമ്മൾ കാർഡ് വാങ്ങുന്നതിൽ അവർ സജസ്റ്റ് ചെയ്യണ 3 കാർഡുകളുണ്ടാവും. ഡെയിലി ഈ ഒരു 3 കാർഡുകൾ, അതായത് ഇന്നത്തെ ദിവസം ഈ ഒരു കാണുന്ന 3 കാർഡുകളാണെങ്കിൽ ആ കാർഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു എക്സ്ട്രാ ബോണസ് കിട്ടും. അതേപോലെ നാളെ വേറെ കാർഡുകളായിരിക്കും. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് ഇവരുടേതായ ടെലഗ്രാം ബോട്ടുകളും ചാനലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഓരോ ദിവസവും ഓരോ യൂട്യൂബ് ചാനലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാർഡുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ബോണസ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോണോ വാലറ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിടണം. അപ്പോൾ ഇതിലാണ് നമുക്ക് ഈ സംഭവം ലിസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ഈ ഒരു വാലറ്റിലേക്കാണ് വരിക. അപ്പോൾ എൻ്റെ വാലറ്റ് ഓൾറെഡി ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് ഇത് ടിക്ക് ബട്ടൺ കിടക്കണത്. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് 2 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇമെയിൽ വഴി അല്ലെങ്കിൽ മാനുവലി. അപ്പോൾ ഞാൻ മാനുവലിയാണ് ചെയ്തത്. മാനുവലി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ കേസ് ഈ സാധനം ഈ ഒരു വാലറ്റ് കിട്ടാനായിട്ട് ഒരു കോഡല്ല 24 വേർഡുകളുണ്ട്. ആ 24 വേർഡ് അടിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു വേർഡ് സ്ക്രീൻഷോട്ട് അടിച്ചോ കോപ്പി ചെയ്തോ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഇമെയിലാണെങ്കിൽ ഇമെയിലായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഞാൻ മാനുവലിയാണ് ചെയ്തത്. നിങ്ങളുടെ ഇൻസ്റ്റാൻസെല്ലാം ചെയ്യാം. അപ്പോൾ ദിവസം ഈ ഒരു കോയിൻ ഏൺ ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാവുന്നതാണ്. ജൂലൈയിലാണ് ലിസ്റ്റ് ചെയ്യുക. ജൂലൈ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് കോയിന് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. അതുപോലെ എല്ലാ ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ദിവസം ഈ ഒരു കോയിൻ ഏൺ ചെയ്യാം. അതേപോലെ തന്നെ ഈ കോയിൻ വെച്ചിട്ട് നമ്മൾ മൈൻ ചെയ്ത ഒരു എമൗണ്ട് അതിൻ്റെ ഒരു ഇത്ര ശതമാനം അതിന് ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അവർ കോയിൻ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് ഏകദേശം എത്ര വാല്യൂ വരുമെന്ന് അറിയാൻ പറ്റാം. ആ ഒരു വാല്യൂ അനുസരിച്ച് എമൗണ്ട് നമുക്ക് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്തിട്ട് വാലറ്റിൽ നിന്ന് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിന് എത്രത്തോളം വാല്യൂ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബിറ്റ് കോയിന് ആദ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാല്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബിറ്റ് കോയിന് വാല്യൂ ഉണ്ട്. അതേപോലെ ഇൻ കേസ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ് ഈ ഒരു കോയിൻ. അപ്പോൾ ഡെയിലി ഓരോ മിഷനുകൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം
നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും. ആ ഒരു കോയിൻ വെച്ചിട്ട് ഓരോ കാർഡുകൾ, അതായത് മാക്സിമം പ്രോഫിറ്റ് റേറ്റ് കിട്ടുന്ന രീതിയിൽ കാർഡുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ജൂലൈയിലായിരിക്കും ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു കോയിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയില്ല, പലരും പല വാല്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ കൃത്യമായിട്ട് എന്ന് ലിസ്റ്റ് ചെയ്യുന്നോ ഒന്നും അറിയില്ല. ഇൻ കേസ് ഇതിന് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ കോയിൻ മുൻപ് യൂസ് ചെയ്യുന്നവരുണ്ടാകും, യൂസ് ചെയ്യാത്തവരുണ്ടാകും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് ഇതിന് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഇതിന് വാല്യൂ വന്നില്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് അറിയാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.